ആണവ കരാറിന്റെ പേരിൽ ഇറാനുമായി കൊമ്പ് കോർക്കാനൊരുങ്ങി അമേരിക്കയ്ക്ക് ഭീഷണിയുമായി ഇപ്പോൾ റഷ്യ വന്നിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായ സെർജി റിയാബക്കോ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്തുവാനും കഴിഞ്ഞില്ലെങ്കിൽ ബോംബിടുമെന്ന് വരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഏപ്രിൽ 1 ഇന്റർനാഷണൽ അഫയേഴ്സ് ജേണലിൽ നൽകിയ അഭിമുഖത്തിലാണ് സെർജി റിയാബ്കോ ഈ താക്കീത് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവുമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു ആക്രമണത്തിനെങ്ങാനും അമേരിക്ക മുതിർന്നാൽ അമേരിക്ക മൊത്തം അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് സെർജി റിയാബ്കോ പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ പുതിയ പരാമർശങ്ങളെല്ലാം ഇറാനെ പ്രകോപിപ്പിക്കുന്നതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നതുമാണ്. ഇറാനിയൻ പക്ഷത്ത് സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ഇത്തരം നടപടികൾ ഒരിക്കലും നടക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും സമയം വൈകിട്ടില്ല. അമേരിക്ക പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇറാനുമായി കരാറിലെത്തണം. ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമുള്ള എല്ലാ കക്ഷികൾക്കും റഷ്യ തങ്ങളുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കയുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനിയൻ ബോംബാക്രമണം നടത്തുമെന്നും ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ഇറാനെ ശിക്ഷിക്കുമെന്നും ആയിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. പക്ഷേ അമേരിക്കയുമായി ഒരു സമവായത്തിനുമില്ല. ആക്രമണമെങ്കിൽ അങ്ങനെയാണെന്ന് വിഷയത്തിൽ ഇറാന്റെ നിലപാട്. ഇറാനുമായി ഒരു ഭീഷണിക്കപ്പുറം എന്തായാലും ഒരു യുദ്ധത്തിന് ഇറാനുമായുള്ള ധൈര്യമൊന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇല്ല. റഷ്യ കൂടെ ഇടപെടുമെന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കെ അമേരിക്കയ്ക്ക് നന്നായി ഇപ്പോൾ പേടി അനുഭവപ്പെട്ടു തുടങ്ങി. പിന്നെ ഇറാനോട് നേരിട്ട് ഇടപെടാനും അമേരിക്ക ഒന്നും മടിക്കും. രാജ്യത്തിനെതിരായ ട്രംപിന്റെ ഭീഷണികളെ ഇറാൻ ശക്തമായി അപലപിക്കുകയാണ് ഇപ്പോൾ. അന്താരാഷ്ട്ര നിയമങ്ങളും UN ചാർട്ടിന്റെ തത്വങ്ങളും നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തുന്നതെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ആണവ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇറാന് കത്തെഴുതിയതായും സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കിയതായും മാർച്ച് 7 ട്രംപ് പ്രഖ്യാപിച്ചു. മാർച്ച് 12 UAE പ്രസിഡന്റ് ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷയാണ് കത്തയച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഭീഷണിയിലൊന്നും ഒരു കാര്യവുമില്ലെന്നും ഇറാനെതിരെ അമേരിക്ക ഒരു നടപടി സ്വീകരിച്ചാൽ അതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകുന്നത്. നയതന്ത്ര ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. സംഘർഷത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക സ്വയം അല്ലെങ്കിൽ ഇസ്രായേൽ വഴി ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല എന്നാണ് ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ലരാജിനി ഇറാനിയൻ സ്റ്റേറ്റ് TVയോട് വ്യക്തമാക്കുന്നത്.